രണ്ട് കരങ്ങളും കർത്താവിന് മുമ്പാകെ ഉയർത്തി കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് കരങ്ങളെ ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്ത് ഹല്ലേലൂയ. ദൈവിക അനുഗ്രഹങ്ങളെ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചവർ നന്ദിയോടെ ഒരു മിനിറ്റ് യേശുവിനൊന്ന് നന്ദി പറഞ്ഞ്, കർത്താവേ എന്നെ നീ നിർത്തിയ നിന്റെ കൃപയ്ക്കായി സ്തോത്രമെന്ന് പറഞ്ഞാട്ടെ. കർത്താവേ എന്നെ നിർത്തിയ കൃപയ്ക്കായി സ്തോത്രമെന്ന് പറഞ്ഞ് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ശ്രേഷ്ഠതയാർന്ന പദവികളും മാന്യതയും ഒന്ന് പറഞ്ഞേ, യേശുവിനോട് പറഞ്ഞേ. ഓ ശ്രേഷ്ഠതയാർന്ന പദവികളും മാന്യതയും തന്നു നീനച്ചതിലും മേൽത്തരമായി ഊഴിയിൽ നിർത്തിയല്ലോ. ഓ നീനച്ചതിലും മേൽത്തരമായി ഊഴിയിൽ നിർത്തിയല്ലോ. ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആനന്ദ കഥകളുയർന്നേ ഹല്ലേലൂയ ഹല്ലേലൂയ അവന്റെ സ്നേഹം രുചിച്ചറിഞ്ഞപ്പോൾ ഓ നിൻ സ്നേഹം ഞാൻ രുചിച്ചു. ഓ എത്രയോ മധുരം ആമേൻ നിൻ സ്നേഹം ഞാൻ രുചിച്ചു. ഓ എത്രയോ മധുരം തേനിലേക്കാളും തേൻകട്ടേക്കാളും എത്ര മധുരം. തേനിലേക്കാളും ദൈവവചനം എത്ര ശ്രേഷ്ഠമറിയാം, അത് തേനിനേക്കാൾ മാധുര്യമുള്ളത്. ആരെന്റെ കരങ്ങളും ഉയർത്തി ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രസൻസ് ഇതിനകത്ത് നിറയട്ടെ. ഹോളി പ്രസൻസ് ഇതിനകത്ത് നിറയട്ടെ. ഹോളി പ്രസൻസ് ഇതിനകത്ത് കവിഞ്ഞൊഴുകുന്ന ദൈവത്തിന്റെ അഭിഷേകം, കവിഞ്ഞൊഴുകുന്ന കർത്താവിന്റെ ജീവൻ. ഒന്നുകൂടെ പറഞ്ഞ് ഇങ്ങനെ കഴിഞ്ഞ കാലം ഞാൻ ഓർത്തിടുമ്പോൾ ഇതിനൊന്നും യോഗ്യനല്ലേ. ബലഹീനനാ ഏഴയെന്നെ ബലത്തോടെ നിർത്തിയ ദൈവകൃപയ്ക്കായി, ഞങ്ങളെ നിർത്തിയ ദൈവകൃപയ്ക്കായി, ഞങ്ങളെ കൊണ്ടുവന്നതിനാൽ, ഞങ്ങളെ നിർത്തിയതിനാൽ അങ്ങേക്ക് നന്ദി. അപ്പ
യേശുവേ. ആമേൻ. ബലഹീനനാ എന്നെ ബലത്തോടെ നിർത്തിയല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയുള്ള ഹൃദയത്തോടെ പ്രതികൂലത്തിൽ പതറാതെ നിന്നത്, തീയിൽ വെന്തുപോകാതെ ഇരുന്നത്, പ്രയാസങ്ങളിൽ പിടിച്ചു നിൽക്കാൻ കൃപ ലഭിച്ചത് അവന്റെ ദയയല്ലേ. ഹല്ലേലൂയ, ഇപ്പോൾ യേശുവിന്റെ സാന്നിധ്യം ഓരോ ഹൃദയങ്ങളെ തൊടട്ടെ. കർത്താവിന്റെ സാന്നിധ്യം ഓരോ ഹൃദയങ്ങളെ തൊടട്ടെ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. നിന്നത് കൃപയാ, കൃപയാ, ദൈവ കൃപയാ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം. ആ രണ്ട് കരങ്ങളും ഉയർന്നിരിക്കട്ടെ. ഇതിനകത്ത് ദൈവത്തിന്റെ ജീവൻ ഒഴുകുന്നു. ജീവൻ, കർത്താവിന്റെ ജീവൻ ഇതിനകത്ത് ഒഴുകുന്നു. കർത്താവിന്റെ ജീവൻ ഇതിനകത്ത് ഒഴുകുന്നു. ഹല്ലേലൂയ, hallelujah, hallelujah, praise you Lord, hallelujah, 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 we praise you, hallelujah, 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 we praise you Lord, hallelujah, 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 hallelujah. ഇപ്പോൾ തന്നെ യേശുവിന്റെ ജീവൻ ഓരോ കുടുംബങ്ങളിലേക്കും ഇറങ്ങട്ടെ. ഓരോ കുടുംബങ്ങളിലേക്കും ആ ജീവൻ ഇറങ്ങട്ടെ. ഓരോ കുടുംബങ്ങളിലേക്കും ആ ജീവൻ ഇറങ്ങട്ടെ. Hallelujah, hallelujah. യേശുവേ പോലെ ആരുമില്ല, എന്റെ പ്രിയനെ പോലെ. ഒന്ന് പറഞ്ഞ യേശുവേ, യേശുവേ പോലെ
ഒരിക്കൽ കൂടെ ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ഒരിക്കൽ കൂടെ ഹല്ലേലൂയ, മഹത്വമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, എന്റെ യേശുവിന് മഹത്വം, എന്റെ പ്രാണപ്രിയ. നിങ്ങൾ വന്നത് അവന് മഹത്വം കൊടുക്കാനല്ലേ? എന്റെ യേശുവിന് മഹത്വം, എന്റെ പ്രാണപ്രിയ വന്ദനം. രണ്ട് കരങ്ങളും അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട്, ഇരു കരങ്ങളും നന്നായി അടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്തുകൊണ്ട്, ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് നമ്മൾ സന്തോഷിച്ച് ആനന്ദിക്കേണ്ട ദിവസമാണ്. ഓരോ ദിവസവും ദൈവം നിനക്ക് തരുന്നത് എന്തോ കൂടിക്കണക്കാൻ തോന്നുന്നു. ഓരോ ദിവസവും ദൈവം നിനക്ക് തരുന്നത് കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടിയാണ്. പറ, ഇന്ന് ഈ ദിവസം യഹോവ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഒന്ന് പറഞ്ഞേ, യഹോവ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. പുതുതായി വന്നവരോട് ചേർന്ന് പറഞ്ഞ്, യഹോവ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. നമ്മുടെ ഒത്തിരി പ്രിയമുള്ളവർ ഇന്ന് പകൽ പല പല കാര്യങ്ങൾക്കായി കടന്നുപോയിരിക്കുന്നു. കുടുംബങ്ങളായി പല യാത്രകളിലാണ് ചിലരൊക്കെ. എല്ലാവരും വിവരം എന്നെ അറിയിച്ചവരൊക്കെ ആയിരിക്കുന്നിടത്ത് ദൈവത്തിന്റെ കൃപയും സഹായവും ദൈവം അവരുടെ മേൽ പകരട്ടെ. രേവതി എന്തേ? രേവതി ഈ ആഴ്ച റെഡി ആയോ? അത് എന്നാ ഡേറ്റ് ഫിക്സ് ആയില്ല. കർത്താവ് സഹായിക്കട്ടെ. ദൈവമക്കൾ, നിങ്ങൾ പ്രാർത്ഥനയോടെ ആയിരിക്കുക. ദൈവം പല പല വഴികളെ നമുക്കായി തുറന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ഞായറാഴ്ച കർത്താവ് സഹായിച്ചാൽ രേവതിയെ നിങ്ങൾ ഒരുപക്ഷെ കാണാൻ സാധ്യതയില്ല. കർത്താവ് കൃപ ചെയ്താൽ അടുത്ത ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം അവൾ വീണ്ടും ജോലിക്ക് വേണ്ടി വിദേശത്തേക്ക് യാത്ര ചെയ്യുകയാണ്. കഴിഞ്ഞ ആഴ്ചയാണെന്ന് തോന്നുന്നു ദൈവാത്മാവ് നമ്മോട് പറഞ്ഞു, ചില ഡോറുകൾ ദൈവം ഓപ്പൺ ചെയ്യുന്നു. ദൈവം എന്തെങ്കിലും പറയുമ്പോൾ നീ അത് വിശ്വസിച്ചുകൊണ്ട് അത് സ്വീകരിച്ചാൽ ഉറപ്പായിട്ട് അത് കാണാൻ ദൈവം നിനക്ക് കൃപ തരും. ഒന്ന് വാ തുറന്നു പറഞ്ഞേ, ഞാൻ എന്ത് വിശ്വസിക്കുന്നു അത് ഞാൻ കാണാൻ പോകുകയാണ്. അടുത്തിരിക്കുന്ന ആൾക്ക് കൈ ഒന്ന് കൊടുത്തിട്ട് പറ, ഞാൻ എന്ത് വിശ്വസിക്കുന്നു അത് ഞാൻ കാണാൻ പോകുകയാണ്. ഞാൻ എന്ത് വിശ്വസിക്കുന്നു അത് ഞാൻ കാണാൻ പോകുകയാണ്. വേദപുസ്തകത്തിലേക്ക് നമുക്ക് വേഗത്തിൽ തിരിയാം. എഫേസ് ലേഖനത്തിലെ ഒരു വാക്യമാണ് ഇന്ന് പകലത്തെ ധ്യാനത്തിനായി വായിക്കുന്നത്. എഫേസ് ലേഖനത്തിലേക്ക് പോകുമ്പോൾ തന്നെ ഞാൻ ദൈവ കൃപയിൽ നിങ്ങളോട് പറയട്ടെ, കർത്താവ് നമുക്കായി കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ചെയ്ത വലിയ കാര്യം, യേശുവിനെ നമുക്ക് കുണ്ട്രയിൽ ഒരുമിച്ച് ഉയർത്താൻ ദൈവം ഇടയാക്കി. ആമേൻ. നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ ദൈവദാസന്മാർ ഒരുമിച്ച് കൂടുന്നത് ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. പക്ഷേ അവിടെ ധാരാളം കർത്തൃദാസന്മാർ നമ്മോട് ചേർന്ന് വന്ന് ദൈവത്തെ ആരാധിക്കാനിടയായി. ഹല്ലേലൂയ. അവർ നമ്മുടെ പ്രസംഗത്തിൻ്റെ മാഹാത്മ്യം കൊണ്ടോ അല്ലെങ്കിൽ നമ്മളെന്തോ സംഭവമാണെന്നൊന്നും വിചാരിച്ച് വന്നൊന്നുമല്ല. ദൈവത്തെ ആരാധിക്കുന്ന ഒരു സഭ യേശുവിനെ ഉയർത്താൻ കുണ്ട്രയിൽ വന്നിരിക്കുന്നു. അവരോട് നമ്മളോട് ചേർന്നു. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ആ വന്ന കർത്തൃദാസന്മാർക്കായി, ആ ദൈവ മക്കൾക്കായി ഒന്ന് കരമടിച്ച് കർത്താവിനെ സ്തുതിച്ച്. ദൈവം തുറക്കുന്ന ഓരോ വഴികളെപ്പറ്റി ഞാൻ പറഞ്ഞിട്ട് മുന്നോട്ട് പോകാം. അവിടെ ഉള്ള ഒരു ഏത് പള്ളിക്കാരനാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. മറ്റൊരു പള്ളിക്കാരൻ, ഒരു പള്ളിയിൽ ആമേൻ ആരാധിക്കുന്ന ഒരു സഹോദരൻ കോണ്ടാക്ട് ചെയ്യുകയുണ്ടായി നമ്മളെ. അദ്ദേഹം എന്നോട് പറഞ്ഞു, എൻ്റെ കെട്ടിടം ഫ്രീ ആയിട്ട് കിടക്കുവാണ്, എന്നെ കൊണ്ട കാണിച്ചു. നല്ല മനോഹരമായ ഒരു ഓഡിറ്റോറിയം, മോളിൽ നടുക്കൊരു ഓഡിറ്റോറിയം ഉണ്ട്, മോളിൽ ഒരു ഓപ്പൺ സ്പേസ് ഉണ്ട്, താഴെ ഒരു അണ്ടർഗ്രൗണ്ട് ഓഡിറ്റോറിയം ഉണ്ട്, എന്നിട്ട് അതിനെ ചേർന്ന് മറ്റൊരു ഹോളുണ്ട്. ഇതെല്ലാം എന്നെ തുറന്ന് കാണിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററിന് ഇഷ്ടമുള്ള സ്ഥലം കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായി തുറന്നു തരാമെന്ന്. ദൈവം നിന്നെ ഒരു ദേശത്ത് കൊണ്ടുപോകുമ്പോൾ ദൈവത്തിന് എന്തോ ചില പരിപാടിയുണ്ട്, എന്തോ ചില പദ്ധതിയുണ്ട്. കർത്താവിൻ്റെ ഹിതമാകുന്ന സമയത്ത്
അവിടെ മീറ്റിംഗ് കർത്താവിൻ്റെ കൃപയാൽ നടക്കും. പക്ഷെ വെറും കെട്ടിടം മാത്രമേ ഉള്ളൂ, ചെയറുകൾ അടക്കം നമുക്ക് ആവശ്യമുണ്ട്. കുണ്ട്രയിലുള്ള നിവാസികൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ CRIG ദൈവസഭയ്ക്ക് ഒരു 250 ചെയർ മേടിച്ചു തന്നാൽ കൊല്ലത്തോട്ട് ഞങ്ങളത് കൊണ്ടുവരത്തില്ല, അവിടെ ഇട്ട് ആ ഹോളിൽ ദൈവത്തെ ആരാധിക്കും. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ടു. ഞാനത് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. രാത്രിയെന്നോ പകലൊന്നോ ഇല്ലാതെ അവർ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നിന്നു. പ്രത്യേകിച്ച് നമ്മുടെ സഞ്ജു, നമ്മുടെ അനന്തു, നമ്മുടെ ഇമ്മാനുവൽ, നമ്മുടെ പ്രിയ ജോബ്, ഇവരൊക്കെ ഒത്തിരി ഈ ദിവസങ്ങളിൽ അതിൻ്റെ പിന്നാലെ കൂടി. മറ്റു കുഞ്ഞുങ്ങൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ പലരും, ലൈവി, മക്കള്, സ്നേഹ, ആരോന്, കുഞ്ഞുങ്ങളെല്ലാവരും പല കാര്യങ്ങൾ. ജോസഫാണ് ട്രാഫിക് പോലീസായിരുന്നു, നന്നായി ചെയ്തു. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരു തലമുറ കൊല്ലത്തുനിന്ന് എഴുന്നേറ്റ് വരുന്നുണ്ട്. ഓ കമോൺ, ഒരു തലമുറ കൊല്ലത്തുനിന്ന് എഴുന്നേറ്റ് വരുന്നുണ്ട്. അടുത്തൊരു ജനറേഷൻ. പാസ്റ്ററങ്ങൾ ഒരു മാസം വരെ ഒരു കൊല്ലമില്ലേലും ഒരു കുഴപ്പമില്ല, ഞങ്ങൾ ശുശ്രൂഷ ചെയ്തോളാം എന്ന് പറയുന്ന ഒരു ജനറേഷൻ കൊല്ലത്തുനിന്ന് എഴുന്നേറ്റ് വരുന്നുണ്ട്. അതിൽ ദൈവം നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളെയും യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദൈവവചനം ഭയങ്കര പവർഫുൾ ആകട്ടോ. കർത്താവിന്റെ വചനം ഭയങ്കര ശക്തിമത്തുള്ളതാണ്. നിങ്ങൾ പറയണം, എൻ്റെ മക്കൾ യഹോവയാൽ ഉപദേശിക്കപ്പെടുന്നവരാണെന്ന് ദൈവവചനം പറയുന്നുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ കൂട്ടുകാരുടെ ഉപദേശമല്ല എനിക്ക് വിഷയം, ദൈവത്തിന്റെ വചനം എന്തോ പറയുന്നു അതാണ് എനിക്ക് വിഷയം. ദൈവത്തിന്റെ വചനം പറയുന്നു, നിന്റെ മക്കൾ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടിരിക്കും. മക്കളുള്ള എല്ലാ അപ്പനും അമ്മയും കരങ്ങൾ ഉയർത്തി പറ, എൻ്റെ മക്കൾ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. വചനം നീ എന്ത് വിശ്വസിക്കുന്നു അത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കും. വചനം സത്യമാണ്, വചനം വാളാണ്, വചനം ചുറ്റുകയാണ്, വചനം ജീവനാണ്, വചനം വഴി തുറക്കുന്നതാണ്, വചനം പാറയെ പൊട്ടിക്കുന്നതാണ്, വചനം നന്മ നൽകുന്നതാണ്, വചനം ഉയർത്തുന്നതാണ്, വചനം മാന്യത തരുന്നതാണ്, വചനം ജീവനാണ്, വചനം സമൃദ്ധിയാണ്, വചനം അഭിഷേകം നിറഞ്ഞതാണ്. ഓ റട്ടികമ ശൈതരരഗസിയാതന. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തെ ശുശ്രൂഷിക്കാൻ അവസരം കിട്ടുമ്പോൾ കഥ പറഞ്ഞുകൊണ്ട് നിൽക്കാൻ എനിക്ക് ആഗ്രഹമില്ല. കാരണം ദൈവവചനമാണ് വിടിവിക്കുന്നത്. ഒന്ന് കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞേ, അധികം വചനം തരണമേ. ഹല്ലേലൂയ. ആമേൻ. നമ്മളൊരു സീരിയസ് പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പഠനം മറ്റൊന്നുമല്ല, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികളെ പറ്റിയാണ്. ഹല്ലേലൂയ. സഞ്ജു, പിന്നെ ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ് സഞ്ജുവിനോട് പറഞ്ഞു, ഓൺലൈനിൽ ചെയ്യുന്നത് എനിക്ക് ബുദ്ധിമുട്ടാണ്. ആ ബുദ്ധിമുട്ട് പറയാൻ കാര്യം, ഈ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ച് ദീർഘസമയം ചെലവഴിച്ച്, ഇമ്മാനുവലൊക്കെ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു, പാസ്റ്റങ്ങൾ രാവിലെ ഇരുന്ന രാത്രിയാണ് അവിടെ നിന്ന് എഴുന്നേക്കുന്നത്. എനിക്ക് ആ കസേരയിലിരിക്കുന്നതാണ് ഭൂമിയിൽ ഏറ്റവും ഇഷ്ടം. അത് വേറൊന്നുമല്ല, കസേരയുടെ സുഖം കൊണ്ടല്ല, അതിന് മുമ്പിൽ നിങ്ങൾ നോക്കിക്കോ, വേദപുസ്തകങ്ങൾ അട്ടിയിട്ട് അവിടെ വെക്കും ഞാൻ. എനിക്ക് സന്തോഷിക്കാൻ മറ്റേറ്റവും ശ്രേഷ്ഠമായുള്ളത് കർത്താവിൻ്റെ വചനമാണ്. അപ്പോൾ നമ്മളിങ്ങനെ നൊന്ത് പ്രസവിക്കുന്നത്. ആമേൻ. ഞാൻ ഈയിടെ ഒരാളെ കണ്ടു. ഞാൻ കുശവനെ പറ്റി പ്രസംഗിച്ചാൽ തുടങ്ങിയ കുശവനെ തന്നെ എടുത്ത് കീച്ചി, 10 പൈസ ചാനലിൽ കൂടെ നിനക്കുണ്ടാകുന്ന നീ അത് കൊണ്ടുവെക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. സ്വോത്രം പറഞ്ഞ് ദൈവം പുതിയത് നമുക്ക് തന്നുകൊണ്ടിരിക്കും. ആരെങ്കിലുമൊക്കെ കേട്ട്, ആരെങ്കിലുമൊക്കെ ഈ വചനം കോപ്പി അടിച്ച് ഏതെങ്കിലും ഉപദേശിമാരൊക്കെ പ്രസംഗിക്കുന്നെങ്കിൽ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, അവർക്കും അത് നന്മയ്ക്ക് കാരണമാകട്ടെ. കാരണം നമ്മുടെ കർത്താവിന്റെ പ്രത്യേകത, അവൻ പഴയതിനെ ഇട്ട് കറക്കുന്ന ദൈവമല്ല, അവൻ പുതിയത് തരുന്ന ദൈവമാണ്. ആമേൻ. ഹല്ലേലൂയ. അത് പറഞ്ഞപ്പോൾ കർത്താവ് എനിക്ക് വേറൊരു ദൂതൂടെ എൻ്റെ അകത്ത് പ്രവേശിപ്പിക്കുന്നുണ്ട്. ആമേൻ. അവൻ എൻ്റെ ദീപത്തെ കത്തിക്കുമെന്ന് മാത്രമല്ല, അവൻ പുതിയ എണ്ണയെ തേപ്പിക്കുന്നു. ഹലോ, പുതിയ എണ്ണ. ഇന്ന് പകൽ പറഞ്ഞ പുതിയ എണ്ണ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. സുശീലൻ ബ്രദറിന്റെ തലയിൽ ഒഴിക്കാൻ വേണ്ടി കർത്താവ് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ എണ്ണയുടെ പകുതി എഴുത്ത് സഞ്ജുവിന്റെ കാൽഭാഗം എടുത്ത് സ്നേഹയുടെ തലയിൽ ഒഴിക്കുന്ന ഒരു ദൈവമല്ല എൻ്റെ ദൈവം. ആമേൻ. ബ്രദറിന് വേണ്ടിയുള്ളത് അദ്ദേഹത്തിന്റെ തലയിൽ, പിന്നെ സഞ്ജുവിന് വേണ്ടിയുള്ളത് സെപ്പറേറ്റ്, പുതിയത്.
എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? കരമടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പറ, പുതിയ തന്നെ തേപ്പിക്കുന്ന ദൈവം, പുതിയ ദൂത്, വീണ്ടും പുതിയ നിറവ്, പുതിയ അഭിഷേക, പുതിയ അധികാരം. ആമേൻ. പുതിയത് പറഞ്ഞ പുതിയത് ഇന്ന് പകലും പുതിയതും കൊണ്ട് പോകണം ഇവിടുന്ന്. ആമേൻ പറ. ഹല്ലേലൂയ. നിനക്കൊരു കൊതി ഉണ്ടെങ്കിൽ ദൈവം നിനക്ക് പുതിയത് തന്നോണ്ടേയിരിക്കും. കൊതിയുള്ളവരോട് ഞാൻ പറയാം, പുതിയ ദൂതുകൾ തന്നോണ്ടിരിക്കും, പുതിയ നിറവ് തന്നോണ്ടിരിക്കും, പുതിയ ബന്ധങ്ങൾ തന്നോണ്ടിരിക്കും, പുതിയ വഴികൾ തുറന്നുകൊണ്ടിരിക്കും, പുതിയ അത്ഭുതങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കും. ആമേൻ. സഭ പറ, പഴയതിൽ നിൽക്കാനല്ല ഞങ്ങൾക്ക് ആഗ്രഹം, പുതിയതിലേക്ക്. ഹല്ലേലൂയ. അപ്പൊ കുശവനും കളിമണ്ണിലുമാണ് നാം തുടങ്ങിയത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്. കളിമണ്ണ് കൊണ്ട് കുശവൻ പാത്രം ഉണ്ടാക്കുന്നതിന്റെ പ്രാധാന്യം പഠിച്ചാണ് നമ്മൾ വന്നത്. ആ നല്ല കുശവൻ നമ്മുടെ പിതാവായ ദൈവം, ആ നല്ല കുശവൻ കളിമണ്ണ് കൊണ്ട്, മണ്ണ് കൊണ്ട് നമ്മളെ ഉണ്ടാക്കി ദൈവകൃപയെ കൊണ്ടുവന്ന് രക്ഷാനിർണയം നൽകി കൃപ പകർന്ന് അഭിഷേകം തന്ന് നമ്മളെ പണിതത് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞു. നമ്മളെ പണിതത് വിറ്റ് കാശാക്കാനല്ല, നമ്മെ പണിതത് അകത്ത് നിറയ്ക്കാനാണ്. ഒന്നുകൂടെ പറഞ്ഞേ, അകത്ത് നിറയ്ക്കാനാണ്. എന്നിട്ട് ആ നിറവെന്താണ് എന്ന് പുതിയ നിയമത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നു, അകത്ത് ഈ മണ്ണ് പാത്രത്തിനകത്ത് നിറച്ച നിറവിന്റെ പേരാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. അത്രയും വലിയ നിക്ഷേപം സ്വർഗസ്ഥനായ തമ്പുരാൻ നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുകയാണ്. എന്തിന്? ഈ മണ്ണുപാത്രത്തിനല്ല വില, അകത്ത് പകരപ്പെട്ട നിക്ഷേപത്തിനാണ് വില. ആ നിക്ഷേപത്തെ അകത്ത് തന്നിരിക്കുന്നത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയല്ല, മറിച്ച് അവന്റെ രാജ്യത്തിന് വേണ്ടിയാണ്. ഒന്ന് ചേർന്ന് കരമുയർത്തി പറഞ്ഞേ, എന്നെ നിറച്ചിരിക്കുന്നത് എന്റെ കാര്യ സാധ്യത്തിനല്ല, അവന്റെ നാമത്തിന് മഹത്വത്തിനാണ്. ഒന്ന് ചേർന്ന് കരമടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്ത് ആ നിക്ഷേപത്തെ പറ്റി, ഉള്ളിൽ പകർന്നിരിക്കുന്ന ആ നിക്ഷേപത്തെ പറ്റി ദൈവത്തിന്റെ വചനം പറയുന്നത് അത് അത്യന്ത ശക്തിയാണ്. ചേർന്ന് പറ, അത്യന്ത ശക്തി, അത്യന്ത ശക്തി. എന്താ നീ തകർന്നും തൂങ്ങിയും പോകാതിരിക്കുന്നത്? കാരണം നിന്റെ പാത്രത്തിന്റെ അകത്തു ദൈവം ഒരു നിക്ഷേപം പകർന്നിട്ടുണ്ട്. ക്യാൻസർ നിന്നെ കൊണ്ടോത്തില്ല, ദുഷ്ട പൈശാചിക മേഖലകൾ നിന്നെ തൊടത്തില്ല, നിന്റെ ജീവിതം കട്ടപ്പുകയാകുമെന്ന് നാട്ടുകാർ പറഞ്ഞാൽ ഇന്ന് പകൽ നീ തിരുത്തി പറയണം, ഇല്ല ഇല്ല ഇല്ല. കാരണം അവന്റെ പാത്രത്തിന്റെ മിടുക്കല്ല, എന്റെ അകത്ത് പകരപ്പെട്ടിരിക്കുന്ന ഒരു വലിയ നിക്ഷേപം ഉണ്ട്. ആ നിക്ഷേപം അത്രേ പരിശുദ്ധാത്മാവ്. ആ നിക്ഷേപം ആറ്റം ബോംബിനേക്കാൾ പവറാണ്. ആ നിക്ഷേപം ഡൈനാമിക് പവറാണ്. ആ നിക്ഷേപം ഭൂമിയിലെ ഏത് ശക്തികളെക്കാൾ അതിഭയങ്കരമായ ശക്തിയാണ്. ആ ശക്തി, ആ ശക്തി, ആ ആത്മശക്തി നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന മറ്റൊരു കാര്യവും കൂടെ ഉണ്ട്. ആ കാഹളം ധ്വനിക്കുമ്പോൾ ആ ശക്തി നിങ്ങളെ ഉയർപ്പിച്ചിട്ട് ഇവിടുന്ന് നിങ്ങളെ അവിടെ എത്തിക്കുന്ന ഒരു ഭയങ്കര ഫോഴ്സ് ആയിട്ട് അത് നിങ്ങളുടെ കൂടെ കാണും. ആമേൻ പറ. ഹല്ലേലൂയ. കർത്താവിനോട് ഇന്ന് പകൽ ആത്മാർത്ഥമായി പറയണം, എന്നെ നിറയ്ക്കണേ കർത്താവേ, എന്നെ നിറയ്ക്കണേ അപ്പാ, എന്നെ നിറയ്ക്കണമേ അപ്പാ. തമിഴിലൊരു നല്ല പാട്ടുണ്ട്, നിറപ്പുങ്കപ്പ വല്ലമയാലേ. കർത്താവെ, നിന്റെ വല്ലമ കൊണ്ട്, നിന്റെ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണേ കർത്താവേ. ഹല്ലേലൂയ. ആ കരം ഉയർത്തിയോ കരം വീശിയോ ദൈവത്തോട് പറഞ്ഞേ, അപ്പാ അവിടുത്തെ പരിശുദ്ധാത്മാവിന് എന്നെ നിറയ്ക്കണമേ. നമ്മുടെ അകത്ത് പകരപ്പെട്ടിരിക്കുന്ന ആ നിക്ഷേപം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. ആ ശക്തിയാണ് നമ്മെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ദൈവത്തിന്റെ വചനം പറയുന്നു, എഫേസ്യ ലേഖനം 1 അധ്യായം അതിന്റെ 18 വാക്യം. വളരെ വേഗത്തിൽ പോകാം. എഫേസ്യ ലേഖനം 1 അധ്യായം 18 വാക്യം ഒന്ന് വായിച്ചേ. എഫേസ്യ ലേഖനം, അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന് മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ, ചിലര് പറഞ്ഞില്ല, എല്ലാരും ഒന്ന് ചേർന്ന് പറഞ്ഞേ, അളവറ്റ വലിപ്പം.
ഒന്ന് ചേർന്ന് പറഞ്ഞ അളവറ്റ വലിപ്പം. അത് ആരുടെ മേല്? പെന്തക്കോസ്തുകാരുടെ മേൽ നല്ല. കേൾക്കുന്നുണ്ടോ? ആമേൻ പറഞ്ഞ് സ്തോത്രം ചെയ്ത് അത് സ്വീകരിച്ച്. അത് പെന്തക്കോസ്തുകാരുടെ മേൽ പകരുന്നല്ല. അത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ ജീവിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് അവന്റെ വരവിനെ നോക്കി പാർക്കുന്ന സകല വിശ്വസിക്കുന്നവരുടെ മേലും പകരും. ഫേബ വിശ്വസിക്കുന്നുണ്ടോ മോനെ? വിശ്വസിക്കുന്നുണ്ടോ? ആ ദൈവവചനം പറയുന്നു അത് വിശ്വസിക്കുന്നവരുടെ മേൽ. പറ, വിശ്വസിക്കുന്നവരുടെ മേൽ. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന വല്ലവർക്കും വേണ്ടി എന്നല്ല, വിശ്വസിക്കുന്ന പാസ്റ്റർമാർക്ക് വേണ്ടി എന്നല്ല, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി. ഹലോ, ഞാൻ ആരോടാ അത് പറഞ്ഞത്? വിശ്വസിക്കുന്ന ജമുന, കേൾക്കുന്നുണ്ടോ? വിശ്വസിക്കുന്ന എനിക്ക് വേണ്ടി, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുമെന്ന്. പരിശുദ്ധാത്മാവ് ചലിക്കാൻ തുടങ്ങിയാൽ പിന്നെ ആരും ഒരു ഉപദേശിയും ഊട്ടയിട്ട് കൊടുക്കണ്ട, ദ്വാരമിട്ട് കൊടുക്കണ്ട. അവനങ്ങ് വ്യാപരിച്ചു തുടങ്ങും. സ്തോത്രം. നിങ്ങളൊരു കുറച്ച് മാവ് എടുത്തിട്ട് ആ മാവിനകത്ത് ഈസ്റ്റ് ഇട്ടിട്ട്, ഒരു തുള്ളി ഈസ്റ്റ്, എന്തോ ഇതിന് പറയുന്നത്? ഈസ്റ്റ് എന്നല്ലേ? വേറെന്തെങ്കിലും ഉണ്ടോ പദം? ഇല്ല. ഒരു അല്പം ഈസ്റ്റ്. നമ്മുടെ ജെസി സിസ്റ്റർ ഒക്കെ ഹോട്ടലിൽ നടത്തുന്നയാള്. ആമേൻ. ദോശ ഉണ്ടാക്കണേ, ഒരു ഒത്തിരി മാവെടുക്കും. എന്നിട്ട് അതിനകത്തോട്ട് മാവിന്റെ വലിപ്പത്തിൽ 1 കിലോ ഈസ്റ്റ് അല്ല ഇടുന്നത്, ഒരു ഇത്തിരി ഈസ്റ്റ് ഇടത്തുള്ളൂ. പക്ഷേ ആ ഇത്തിരി ഈസ്റ്റ് നിങ്ങൾ പോയി എന്നിട്ട് സുഖമായി കടന്ന് ഉറങ്ങിയാൽ മതി. ഒരു ടെൻഷനും വേണ്ട. അയ്യോ ഈസ്റ്റ് കുറഞ്ഞു പോയോ, അതിന് പുളിച്ചു പൊങ്ങുവോ, ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഈസ്റ്റ് ഇട്ടത് സത്യമാണെങ്കിൽ അത് പുളിച്ചു പൊങ്ങിയിരിക്കും. അർത്ഥം അതതിന്റെ പണിയെടുക്കുമെന്ന്. നിന്റെ അകത്ത് ആത്മാവിരുന്നാൽ നീ ആകെ 70 കിലോയോ ഉള്ളെങ്കിലും, നാട്ടുകാരുടെ അത്ര പവർ നിനക്കില്ലെങ്കിലും, മറ്റുള്ളവരെ പോലെ പേരും പ്രശസ്തിയും നിനക്കില്ലെങ്കിലും, ആരും നിന്നെ മൈൻഡ് ചെയ്യുന്നില്ലല്ലോ, നിനക്ക് വലിയ പഠിത്തമില്ലല്ലോ, നിന്റെ അകത്ത് പവർഫുള്ളായ പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയാം, ആ ആത്മാവ് വ്യാപരിക്കുന്ന ശക്തിയാണ്. ഓ ഹല്ലേലൂയ. ആ ആത്മാവ് വ്യാപരിക്കുന്ന ശക്തിയാണ്. ആ ആത്മാവ് വ്യാപരിക്കുന്ന ശക്തിയാണ്. ആർക്കു വേണ്ടിയാണ് അത് വ്യാപരിക്കുന്നത്? വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. എല്ലാരും പറഞ്ഞേ, അളവറ്റ വലിപ്പം. ആ ശക്തി വ്യാപരിച്ചാൽ കെട്ടുകൾ പൊട്ടി തുടങ്ങും. ആ ശക്തി വ്യാപരിച്ചാൽ ജീവൻ ചലിച്ചു തുടങ്ങും. ആ ശക്തി വ്യാപരിച്ചാൽ രോഗികൾ സൗഖ്യമാകും. ആ ശക്തി വ്യാപരിച്ചാൽ പൈശാചിക ബന്ധനങ്ങൾ അഴിയും. ആ ശക്തി വ്യാപരിച്ചാൽ അശുദ്ധ മണ്ഡലങ്ങൾ തകരപ്പെടും. ഇന്ന് പകൽക്കാലം അടിച്ചൊരിക്കൽ കൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് പറ, ആ ശക്തി യേശുവിന്റെ നാമത്തിൽ ഈ പകൽ എന്റെ മേൽ വ്യാപരിക്കട്ടെ. ഒരു ബോട്ടിലിന്റെ മുകളിൽ തേനെന്ന് എഴുതി വെച്ചോണ്ട് കാര്യമില്ല, അല്ലേ? ഹണി എന്ന് എഴുതി വെച്ച കാര്യമില്ല. ആ ബോട്ടിലിന്റെ മുകളിൽ ഹണി ആണോന്ന് അറിയണമെങ്കിൽ അതൊരു തുള്ളി കയ്യിൽ ഒഴിച്ച് അടിപൊളി തേന. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ ആരോടൊക്കെയോ വിളിച്ചു പറയുകയാണ്, ഇത്രയും നാൾ ഒരു ലേബലിന്റെ മേലല്ല, നിന്നിലൊരു ശക്തി ശക്തമായി വ്യാപരിക്കാൻ പോകുകയാണ്. നാട്ടുകാർക്കും വീട്ടുകാർക്കും പ്രിയമുള്ളവർക്കും അറിയത്തക്ക ക്രമത്തിൽ ദൈവശക്തി ദൈവസഭയിൽ വ്യാപരിക്കുന്നുണ്ട്. ഈ പകൽ വിശ്വസിക്കുന്നവർ മാത്രം അത് സ്വീകരിക്കും. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. ഹല്ലേലൂയ. ആ ശക്തി വ്യാപരിച്ചപ്പോ, 20ാമത്തെ വാക്യം ഒന്ന് കാണിച്ചേ. ആ ശക്തി വ്യാപരിച്ചപ്പോ സംഭവിച്ച ഒരു കാര്യം, അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. ആ ശക്തി എവിടെ വ്യാപരിച്ചു? എല്ലാരും ഒന്ന് പറഞ്ഞേ, ക്രിസ്തുവിൽ. ക്രിസ്തുവിൽ ആ ശക്തി വ്യാപരിച്ചപ്പോൾ
ദൈവവചനം പറയുകയാണ്, ആ ശക്തി യേശുവിന്റെ ശരീരത്തിൽ വ്യാപരിച്ചപ്പോൾ അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു. അങ്ങനെയാണ് ഉയർപ്പ് നിന്റെ അവകാശമാണ്. ചത്തുപോയ മണ്ഡലങ്ങൾ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ജീവൻ പ്രാപിക്കട്ടെ. അവൻ മരണതുല്യമായ ശരീരങ്ങൾ, അവൻ ബലമില്ലാത്ത അവയവങ്ങൾ ഈ പകല ശക്തിയാൽ യേശുവിന്റെ നാമത്തിൽ ആ ശക്തി യേശുവിന്റെ മേൽ വ്യാപരിച്ചപ്പോൾ യേശുവിനെ ഞാൻ ഇങ്ങനെയാ സെന്റൻസ് പറയാം, യേശുവിനെ ആവശ്യമില്ലാത്ത ഇടത്തുനിന്ന് ആവശ്യമുള്ള ഇടത്തേക്ക് പിടിച്ചോണ്ട് പോയി. യേശുവിനെ കല്ലറയിൽ അവിടെ ആവശ്യമില്ല. 3 ദിവസത്തെ ടൈമേ പിതാവ് വെച്ചിട്ടുള്ളായിരുന്നു. ഇനി നീ അവിടെ ആവശ്യമില്ല. ഇനി നീ എന്റെ സന്നിധിയിൽ എന്റെ മക്കൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാൻ ഇവിടെ വേണ്ട, അവിടെ മതി. ഈ പകൽ ഞാൻ ആരോടാ പ്രവചിക്കുന്നത്? ഈ പകൽ ഇതിനകത്ത് ദൈവശക്തി വ്യാപരിക്കുമ്പോൾ നിന്നെ വേണ്ടാത്ത ഇടത്തുനിന്ന് നിന്നെ വേണ്ടുന്ന ഇടത്തേക്ക് ഒരു പ്രൊമോഷൻ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഈ പകൽ ജനം പറ, ഞാൻ വേണ്ടാത്ത ഇടത്തുനിന്ന് ഞാൻ വേണ്ടുന്ന ഇടത്തേക്ക് ഈ ആത്മാവിനെ പിടിച്ചുയർത്തു. ഓ എന്നിട്ട് ദൈവവചനം പറയുകയാണ്, ഈ ദൈവശക്തി യേശുവിനെ ഉയർത്തിയിട്ട് ആവശ്യമില്ലാത്ത സ്ഥലത്തുനിന്ന് ആവശ്യമുള്ള സ്ഥലത്തേക്ക് അവനെ കൊണ്ടുപോയി. എന്നിട്ട് അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചിട്ട് സ്വർഗത്തിൽ തന്റെ വലതുഭാഗത്ത്, സഞ്ജു ഡീലേ ഉണ്ടോന്ന് കട്ട് ചെയ്തേ, എല്ലാ വാഴ്ചകൾക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും. കുഞ്ഞുങ്ങളോടൊക്കെ ഇന്ന് പകൽ ഞാൻ പ്രവചിക്കുക, നിന്റെ മേൽ ദൈവശക്തി വ്യാപരിച്ചാൽ അത്യന്തം മേലെ നീ ഉയർത്തപ്പെടും. നിനക്കർഹിക്കാത്ത സ്ഥാനങ്ങളിൽ, നിനക്ക് യോഗ്യതയില്ലാത്ത ഇടങ്ങളിൽ ദൈവം നിന്നെ പിടിച്ചു കയറ്റും. നിനക്ക് അർഹതയില്ലാത്ത അഭിഷേകത്തെ ദൈവം നിന്റെ മേൽ പകരും. നിനക്ക് യോഗ്യതയില്ലാത്ത സ്ഥാനം, ആത്മീയ അധികാരങ്ങൾ ദൈവം നിനക്ക് കൈമാറും. അതിന്റെ കാരണം നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. ഹല്ലേലൂയ, ആമേൻ. എന്നിട്ട് സർവവും അവന്റെ കാൽ കീഴയാക്കി വെച്ചു. ഇന്ന് പകല ശരീരത്തോട് നോക്കിയിട്ട് പറ, രോഗമേ എന്റെ ശരീരത്തിൽ നിനക്ക് ഒരു അധികാരവും ഇല്ല. നിന്റെ അധികാരം എന്റെ കാലിന്റെ ചോട്ടില്. പറ 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 അത് കർത്താവ് തന്നതല്ലെന്ന് ഉറപ്പുള്ളവര് മാത്രം പറഞ്ഞു. ചിലര് പറയുന്ന ഇത് ദൈവം തന്ന ദാനമാണ്, നകളിച്ചു പോകാതിരിക്കാൻ വേണ്ടി എനിക്ക് തന്ന ശൂലമാണ്. ആ ശൂലം ഉള്ളവരൊക്കെ അവിടെ വെച്ചേര്, ഞങ്ങൾക്കതിന് മനസ്സില്ല. യേശുവിന്റെ നാമത്തിൽ ദൈവഹിതമല്ലാത്തതല്ല ഇന്ന് പകൽ കാൽ കീഴയാകട്ടെ. കാൽ കീഴ് ആ ദാരിദ്ര്യത്തിന്റെ സ്പിരിറ്റുകൾ യേശുവിൻ നാമത്തിൽ കാൽ കീഴ്. ആ രോഗാത്മ ശക്തികൾ യേശുവിൻ നാമത്തിൽ കാൽ കീഴ്. ആ പൈശാചിക മണ്ഡലങ്ങൾ യേശുവിൻ നാമത്തിൽ കാൽ കീഴ്. ആ ലക്ഷ്മി ചേച്ചി ഒന്ന് കൈപൊക്കിക്കേ. ലക്ഷ്മി ചേച്ചി ഒന്ന് ഒന്ന് എഴുന്നേറ്റ് നിന്നേ. ഹല്ലേലൂയ. കുറെ ദിവസങ്ങൾക്ക് മുമ്പ് ഈ ലക്ഷ്മി ചേച്ചിയുടെ വീട്ടിൽ, അത് ആ സഹോദരി എനിക്ക് അറിഞ്ഞുകൂടാ, ഞങ്ങൾ സുവിശേഷ വലയം വ്യാഴാഴ്ച നടന്ന് എന്നപ്പോ ആ വീട്ടിൽ ചെന്നപ്പോ ശ്വാസം വിടാൻ വയ്യാതെ, അല്ലേ അങ്ങനാണോ? ശ്വാസം എടുക്കാൻ വയ്യാതെ, ആമേ,
ഞാൻ സത്യം പറഞ്ഞ അന്ന് കണ്ടപ്പോൾ ഞാൻ ഓർത്തു, കർത്താവേ ഈ ആൻറ്റി തീരെ വയ്യല്ലോ, ഇതെങ്ങനെ ആയിത്തീരും എന്നൊക്കെ ഞാൻ ചിന്തിച്ചായിരുന്നു അന്നേരം. നമ്മളെല്ലാം മനുഷ്യരല്ലേ പ്രിയമുള്ളവര്. അതുപോലെ ഒട്ടും ശ്വാസം വലിക്കാൻ പറ്റുന്നില്ല. പ്രാർത്ഥിക്കാനാണെങ്കിൽ ആമേൻ ആ ആൻറ്റിയുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ പോലും എനിക്ക് ഒരു ബുദ്ധിമുട്ട്, കാരണം നിൽക്കാൻ പറ്റത്തില്ല, അതുപോലെ പ്രയാസം. ഹല്ലേലൂയ. അന്ന് ഞങ്ങൾ ഒരുമിച്ച് ഒത്തിരി സഹോദരങ്ങൾ അന്നുണ്ടായിരുന്നു. എല്ലാവരുടെ ചേർന്ന് ആ രോഗത്തിന്റെ സ്പിരിറ്റിനെ, ആ രോഗത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല ഇന്ന് പകൽ, കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി ഞാൻ പറയുക. ഞങ്ങൾ ഒരുമിച്ച് കൈവച്ച് പ്രാർത്ഥിച്ചു. യേശുവിന്റെ നാമത്തിൽ ദുരാത്മാവിനെ ശാസിച്ചു. ഈ ആന്റി ആലയത്തിൽ വന്നപ്പോ ഞാൻ അറിഞ്ഞില്ല അന്ന് പ്രാർത്ഥിച്ച് ഈ ആന്റിയാണ് ഇതെന്ന്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം രൂത്ത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, കർത്താവ് കൊടുത്ത അത്ഭുത സൗഖ്യത്തിന് ഇന്ന് പകൽ സാത്താൻ നിന്റെ മേൽ വാഴത്തില്ല. നിന്റെ മേൽ അധികാരമുള്ള യേശുവിൻ നാമത്തിൽ ഈ പകൽ ഞാൻ വിളിച്ചു പറയുന്നു, രോഗക്കെട്ടുകൾക്ക് നിന്റെ മേൽ സ്ഥാനമില്ല. പൈശാചിക ദുരാത്മാക്കൾക്ക് നിന്നിൽ വസിക്കാൻ കഴിയില്ല. അതിനെ നിന്നെ തൊടാൻ കഴിയത്തില്ല. കാരണം സകലതും അവന്റെ കാൽ കീഴെ ആക്കി വെച്ച് സകലത്തിനും മീതെ അവനെ തലയാക്കി. എല്ലാരും ഒന്ന് വായിച്ച ആ വചനം. സർവവും അവന്റെ കാൽ കീഴ്. പറഞ്ഞ ആരുടെ? അവന്റെ. അവനാരാ? യേശു. അപ്പൊ ചിലർ വിചാരിക്കും പാസ്റ്റർ യേശുവിന്റെ കാൽ കീഴല്ലേ ആക്കിയത്, യേശു ദൈവമല്ലേ, അവന്റെ കാൽ കീഴായെന്ന് പറഞ്ഞ് നമ്മൾ കിടന്ന് ചാടേണ്ട ആവശ്യം? യേശുവിന്റെ കാൽ കീഴാക്കിയ നമുക്കെന്തോ ഗുണം? ആ ഗുണം ഇപ്പൊ വായിച്ചു കേൾപ്പിക്കാം. യേശുവിന്റെ കാൽ കീഴ സകലത്തെ ആക്കി, എന്നിട്ട് സർവ്വതിനും, നിന്റെ ഭർത്താവിന് പോലും അവന്റെ തല യേശുവിന്റെ മോളിൽ ഇരിക്കും. യേശു ഇരിക്കും അവന്റെ തല. ഏയ്, കർത്താവ് പറഞ്ഞാൽ അവൻ കേൾക്കേണ്ടി വരുമെന്ന് സ്വത്രം പറയുന്നില്ല ചിലര്. കരമടിച്ചു വാ തുറന്നു പറ, എന്റെ ഭർത്താവിന്റെ മോളിൽ സകലത്തെയും കാൽ കീഴയാക്കി ഒരുവനുണ്ട്. എന്റെ മകന്റെ തലയുടെ മോളിൽ ഒരുത്തൻ അധികാരി ഉണ്ട്. അവനത് വിശ്വസിക്കുന്നില്ലേലും നീ ഇന്ന് പകല സ്വീകരിച്ചോ. യേശുവിന്റെ നാമത്തിൽ സകലത്തെയും അവനെ തലയാക്കി, സകലത്തിന്റെയും മേലെ അവനെ ആക്കി. അപ്പൊ യേശുവിന്റെ കാൽ കീഴെല്ലാം വെച്ചു. പിന്നെ യേശുവിനെ സർവത്തിന്റെ മീതെ തലയാക്കി. അപ്പൊ ഇത്രയും കൊണ്ട് നമുക്ക് വലിയ കാര്യം ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നത്തില്ല. അടുത്തത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും. വായിച്ച മോനെ, എല്ലാത്തിലും എല്ലാം നിറയ്ക്കുന്നവൻ അവനെ കർത്താവ്. എല്ലാം ഇന്ന് പകല കരം അടിച്ചൊന്ന് പറഞ്ഞ് എന്റെ വീട്ടിൽ നിന്ന് ശൂന്യത പോട്ടെ, നിറവ് വെളിപ്പെടട്ടെ, നിറവ് വെളിപ്പെടട്ടെ, നിറവ് വെളിപ്പെടട്ടെ, നിറവ് വെളിപ്പെടട്ടെ, നിറവ് വെളിപ്പെടട്ടെ. ഇപ്പോൾ ഈ ദൈവശബ്ദം കേൾക്കുന്നവരുടെ ജീവിതങ്ങളിൽ നിറവ് വെളിപ്പെടട്ടെ. ഇവിടെ ഇരിക്കുന്നവരുടെ ജീവിതങ്ങളിൽ നിറവ് വെളിപ്പെടട്ടെ. എല്ലാറ്റെയും നിറയ്ക്കുന്നവന്റെ, നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തു. അപ്പോ എല്ലാം കൂടെ പിടിച്ചടക്കി ഇതെല്ലാം എന്റെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് യേശു അവിടെ വെച്ചോണ്ടിരിക്കുവല്ല. ഇതെല്ലാം കൂടെ മേടിച്ചിട്ട് പിതാവ് അത് യേശുവിന് കൊടുത്തു. സകലത്തിന്മേലും അധികാരം, സകലത്തെ കാൽ കീഴയാക്കി കൊടുത്തിട്ട് പറഞ്ഞു, നീയല്ലേ അവർക്ക് വേണ്ടി പോയത്, ഇതെല്ലാം നിനക്കിരിക്കട്ടെ. യേശു പറഞ്ഞു, എനിക്കൊരു മണവാട്ടിയെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാത്തിനോടും ഞാൻ പറഞ്ഞേക്കാം, ക്രൂശി വെച്ച് നിന്നെ കണ്ടവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നീ ഭയങ്കര സുന്ദരിയാണെന്ന് അവൻ പറഞ്ഞിരിക്കുക. ഹലോ അച്ചാച്ചന്മാരെ കേൾക്കുന്നുള്ളവർ ആമേൻ പറ. പല്ല് പോയാലും പൗലോസപ്പച്ച അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവൻ ഈ പെണ്ണിനെ ഇഷ്ടപ്പെട്ടു, കല്യാണം കഴിക്കുമെന്ന് വചനം പറയുന്നു. ആ മണവാട്ടിയായ അവന്റെ സഭയ്ക്ക് ഈ അധികാരം അവൻ കൈമാറി. സ്തോത്രം പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ച്. അധികാരം എനിക്കില്ലെന്ന് പറയരുത്. അവന് കിട്ടിയത് മുഴുവനും നിനക്ക് തന്നിരിക്കുകയാ. അവന്റെ ശരീരമായ സഭയ്ക്ക് ഇത് കൊടുത്തു. ഹല്ലേലൂയ. സഭ അത് സ്വീകരിക്കണം. നിങ്ങളത് വിശ്വസിക്കാതെ എങ്ങനെ സ്വീകരിക്കും? നിങ്ങൾക്ക് ആത്മാവിൽ പോരാടാൻ കഴിയാതെ അതെങ്ങനെ സ്വീകരിക്കും?
കർത്താവ് ഇത് തൻ്റെ ജനത്തിന് കൊടുത്തെന്ന് ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ അത് വിശ്വസിക്കാൻ നിനക്ക് കഴിയൂ. ഒന്ന് കരമുയർത്തി പറഞ്ഞ കർത്താവേ, അങ്ങയുടെ വചനം പറയുന്നത് എനിക്ക് വിശ്വസിപ്പാൻ കൃപ തരണമേ, കൃപ തരണമേ. കൃപയില്ലാത്തവരൊക്കെ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ചുമ്മാ നമ്പർ അടിച്ചു നിൽക്കാനല്ല ദൈവം നമ്മോട് പറയുന്നത്. നിനക്ക് കഴിയാത്തത് നീ വിശ്വസിച്ചുകൊണ്ട് പറയണം, അപ്പ എനിക്ക് ആഴമായത് സ്വീകരിക്കാൻ കഴിയുന്നില്ല, എന്നെ അതിന് ശക്തീകരിക്കണമേ. ഹല്ലേലൂയ. ഇത് വ്യാപരിക്കുന്നത് വിശ്വസിക്കുന്നവരുടെ മേലാണ്. ഹല്ലേലൂയ. ഈ അധികാരം, ഈ ശക്തി കർത്താവ് കൊടുത്തത് തന്റെ സഭയ്ക്കാണ്. പറഞ്ഞേ, സഭയ്ക്ക്. ഈ ദൈവദിനത്തിന്റെ ഒരു പ്രത്യേകത ശ്രദ്ധിച്ചാൽ മതി. ഈ നമുക്കുള്ള അധികാരവും നമുക്ക് ലഭിച്ചിരിക്കുന്ന ശക്തിയൊക്കെ ഡെലിഗേറ്റഡ് ആണ്. എന്ന് പറഞ്ഞാൽ ഒരാള് ഏൽപ്പിച്ചതാണ്. ഇത് നമ്മുടെ സ്വന്തം അല്ല. ആമേൻ പറഞ്ഞില്ല. പവർ ഓഫ് അറ്റോർണി നമുക്ക് തന്നിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ ഇനി വരുന്നിടം വരെ എനിക്ക് പകരം നീ അധികാരവും ശക്തിയും ഉപയോഗിക്കണമെന്ന് പറഞ്ഞിട്ട് അവൻ അതിനെ തൻ്റെ സഭയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. വിശ്വസിക്കുന്നവരെന്ന് കരമുയർത്തി ദൈവത്തോട് പറഞ്ഞ്, ആ അധികാരം ഞങ്ങൾക്ക് തന്നിരിക്കുകയാണ്. ഇന്ന് പകൽ നീ ഭയപ്പെടരുത്. എല്ലാ പൈശാചിക മണ്ഡലങ്ങളെയും യേശുവിന്റെ നാമത്തിൽ വെട്ടി വീഴിക്കാൻ, അതിനെതിരെ പോരാടാൻ, അതിനെതിരെ കൽപ്പിക്കാൻ, അതിനെ കാൽ കീഴേക്കാൻ അധികാരം നിന്റെ മേൽ പകർന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവമക്കളെ തിരിച്ചറിയണം. എന്നും പാസ്റ്റർ പ്രാർത്ഥിച്ചോട്ടെ, ശുശ്രൂഷകരെ പ്രാർത്ഥിക്കട്ടെ, പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്, അവർ നമ്മെ സപ്പോർട്ട് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ ദൈവമക്കൾ ഓരോരുത്തരും ഈ ദിവസങ്ങളിൽ ആ തിരിച്ചറിവിലേക്ക് വരണം. എൻ്റെ മേലൊരു അധികാരം പകരപ്പെട്ടിരിക്കുന്നു. അതവൻ തൻ്റെ സഭയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. ആ സഭ അവൻ്റെ ശരീരമാണ്. ആ ശരീരത്തിന് അവൻ തൻ്റെ സകല ജയത്തെ കൊടുത്തിരിക്കുകയാണ്. വിശ്വസിച്ച് വീണ്ടും വിളിച്ചു പറയണം, എൻ്റെ മേൽ ആ ശക്തിയും അധികാരവും എന്ന ദൈവം പകർന്നിരിക്കുകയാണ്. ഈ വേദപുസ്തകത്തിൽ ആ ദൈവശക്തിയെ പറ്റി അപ്പോസ്തല പ്രവൃത്തിയിലാണ് പരിശുദ്ധാത്മാവ് എന്ന ആ ദൈവത്തിന്, പരിശുദ്ധാത്മാവിന്റെ ശക്തി, ആ പേഴ്സണാലിറ്റി, ആ ദൈവം തമ്പുരാൻ അപ്പോസ്തല പ്രവൃത്തിയിലാണ് ജനത്തിന്മേൽ ഇറങ്ങി വന്നത്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നു. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് 120ഓളം പേരുടെ മേലേക്ക് ആദ്യമായി ഭൂമിയിൽ വന്ന് പാർക്കാൻ വേണ്ടി, ഡ്വെൽ ചെയ്യാൻ വേണ്ടി, വിസിറ്റ് ചെയ്യാൻ വന്നതല്ല, ജീവിതത്തിൽ നമ്മുടെ ലൈഫിനകത്ത് താമസിക്കാൻ വേണ്ടി വന്നു. അടുത്തിരിക്കുന്ന ആളെ തൊട്ടിട്ട് വന്നേ, ഒന്ന് പറഞ്ഞേ, വന്നു പോകുന്ന ആത്മാവല്ല, അകത്ത് പാർക്കുന്ന ആത്മാവ്. കഴിഞ്ഞ ദിവസം ഇമ്മാനുവേൽ പറഞ്ഞുകൊണ്ട് ഞാനൊന്ന് പറയാം. ഈ പരിശുദ്ധാത്മാവിനെ നിന്റെ മേൽ ദൈവം പകർന്നിരിക്കുന്നത് വിറച്ച് അന്യഭാഷ പറയാൻ മാത്രമല്ല. ചിലരാണ് ഈ ആരാധിച്ച പാസ് ആശീർവാദവും പറഞ്ഞു കഴിയുമ്പോഴത്തേന് ചിലരെ ആത്മാവ് പോവും. തീർന്നവരുടെ ആ അന്നത്തെ പരിപാടി തീർന്നു. അടുത്ത പ്രാവശ്യം കൂടുമ്പം വേണം അവർക്കൊന്ന് കത്താൻ. അവർ അന്യഭാഷയൊക്കെ പറയുന്ന 2-ാം പ്രാവശ്യം എപ്പോഴേലും കൂടുമ്പോഴാണ്. നിന്റെ മേൽ പകർന്നിരിക്കുന്ന ആത്മാവ് നിന്നെ കുലുക്കാനും വിറപ്പിക്കാനും പ്രസംഗിപ്പിക്കാനും പ്രാർത്ഥിക്കാനും മാത്രമല്ല ആത്മാവ് പകർന്നിരിക്കുന്നത്. ഒരു വ്യക്തിയാണ് നിന്റെ മേൽ വരുന്നത്. അടുത്തിരിക്കുന്ന ആളെ തൊട്ടിട്ട് പറഞ്ഞ ശക്തിയല്ല, വ്യക്തി. ആ വ്യക്തി ഭയങ്കര ശക്തമാനാണ്. ആ വ്യക്തിയിൽ ശക്തിയുണ്ട്. അല്ലാതെ ഈ പ്ലഗിനകത്തോട്ട് കൈയിടുമ്പം, കരണ്ട് അടിക്കുമ്പോൾ മൊത്തത്തിലൊരു വിറയൽ ഉണ്ടാകുന്ന പോലെ ഒരു ശക്തി ദേഹത്തോട്ട് കയറുമല്ല. നിന്റെ മേൽ ആത്മാവ് വരുന്നു, അത്യന്ത ശക്തിയെ പകരുന്നു, കൃപ തരുന്നു, അഭിഷേകം വരുന്നു എന്നൊക്കെ പറഞ്ഞാൽ തൃത്വത്തിൽ 3-ാമനായ പരിശുദ്ധാത്മാവ് നിന്റെ അകത്തോട്ട് വരുന്നതിന്റെ പേരാണ് അഭിഷേകം. ജോബ് ഇവിടെ കർത്താവിനെ പാടി സ്തുതിക്കുകയാണ്.
ജോബ് ഇവിടെ കർത്താവിനെ സ്തുതിക്കുമ്പോൾ ജോബിന്റെ സാന്നിധ്യം ഇവിടെ ഉള്ളത് നമുക്ക് അനുഗ്രഹമാണെന്ന് ഞാൻ പറഞ്ഞാൽ അതിന്റെ അർത്ഥം ജോബിന്റെ തൊണ്ട മാത്രം ഇവിടെ ഉണ്ടെന്നല്ല, പാട്ടുപാടാൻ തൊണ്ട ഇവിടെ ഇരിപ്പുണ്ടെന്നല്ല, ജോബ് എന്ന് പറയുന്ന ആളിന്റെ കഴിവുകൾ മാത്രം ഇവിടെ ഉണ്ടെന്നല്ല, ഇവിടെ ജോബ് എന്ന് പറഞ്ഞ ആള് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനർത്ഥം ജോബിന് ഏതൊക്കെ സ്വഭാവം ഉണ്ടോ അതെല്ലാം ദാ ഇവിടെ നിപ്പുണ്ട്. പകുതി സ്വഭാവം അവിടെ മുറിക്കകത്ത് വെച്ചിട്ടല്ല ഇങ്ങോട്ട് ഇറങ്ങി വന്നത്. ദേഷ്യം ജോബിനുണ്ടെങ്കിൽ അത് ഇതിനകത്തിരിപ്പുണ്ട്, കയ്പുണ്ടെങ്കിൽ അതിനകത്തിരിപ്പുണ്ട്. ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ, വ്യക്തി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? ശക്തി മാത്രമല്ല, ജോബിന്റെ വിരലുകൾ മാത്രമല്ല, ജോബിന്റെ ത്രോട്ട് മാത്രമല്ല, ആമേൻ, കീബോർഡ് കാണുമ്പോൾ വിരല് മാത്രമല്ല ചലിക്കുന്നത്, ജോബിനകത്ത് ഏതെല്ലാം സ്വഭാവം ഉണ്ടോ അതെല്ലാം ദാ ഇവിടെ നിപ്പുണ്ട്. മനസ്സിലാകുന്നവർ ആമേൻ പറയുന്നില്ല? സ്തോത്രം. എന്താ അർത്ഥം? പരിശുദ്ധാത്മാവ് ഒരുത്തന്റെ മേൽ വന്നെന്ന് പറഞ്ഞാൽ നിന്റെ നാവിട്ടടിപ്പിക്കുന്നല്ല, നിന്നെ കൊണ്ട് അന്യഭാഷ പറയിപ്പിക്കുന്നല്ല, നിന്റെ കൈക്കകത്ത് ഇറങ്ങി വരുമ്പോൾ നീ കൈവെക്കുമ്പോൾ രോഗി സൗഖ്യമാകുന്നല്ല. അതിന്റെ അർത്ഥം അവനിൽ ഏതൊക്കെ സ്വഭാവം ഉണ്ടോ അതെല്ലാം നിന്റെ മേൽ വരും. ചിലർ കേട്ടില്ല. അന്യഭാഷ പറഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ നീ അന്യായ ഭാഷ പറയുന്നുണ്ട്, നിന്റെ മേലുള്ള ആത്മാവ് ശരിയല്ല. ചില കേൾക്കുന്നില്ല, ചില കേൾക്കുന്നില്ല. സ്വത്രം പറ. ആത്മാവുള്ള ഒറ്റയൊരുത്തനും ദൈവഹിതമല്ലാത്ത റൂട്ടിൽ പോത്തില്ല, ദൈവഹിതമല്ലാത്ത ചെയ്യത്തില്ല, ദൈവഹിതമല്ലാത്ത പറയത്തില്ല, ദൈവഹിതമല്ലാത്ത അവനിൽ പുറപ്പെടത്തില്ല. ചെറുപ്പക്കെല്ലാം കേട്ടോണം, എല്ലാരും കേട്ടോണം. ആത്മാവിനെ വഹിക്കുന്ന നീ നിന്റെ ജീവിതം സൂക്ഷിക്കണം. നിനക്ക് അതും കാണിക്കാൻ സമയമില്ല, നിനക്ക് വെറുതെ കളയാൻ സമയമില്ല, നിനക്ക് ആവേ ചിരിച്ചു കളിക്കാൻ സമയമില്ല. പറ, എന്റെ മേൽ പരിശുദ്ധാത്മ വന്നാൽ സ്വഭാവം കൂടെ വരും. ചിലതൊക്കെ കേൾക്കുവാൻ എനിക്ക് ഭയങ്കര സങ്കടമാണ്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരനാ സഹോദരി ആരെയില്ലോ ആട്ടെ, ഒരു ദൈവവേദൽ, ഇപ്പം ദൈവവേദലാണോന്ന് എനിക്ക് അറിയത്തില്ല, എന്നോട് പറയാ എന്റെ ജീവിതം കൊളവാക്കിയത് ഒരു വിശ്വാസിയാന്ന്. കേൾക്കുന്നില്ലല്ലോ ചെറിയ. സ്തോത്രം, 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 സ്തോത്രം. ദൈവം നിന്നെ വിളിച്ചത് പിരിക്കാനല്ല, ദൈവം നിന്നെ വിളിച്ചത് ഐക്യമത്യപ്പെടുത്താനാണ്. നിന്റെ അകത്ത് ആത്മാവുണ്ട്, നീ പിരിക്കുന്നവനാകത്തില്ല. നിന്റെ അകത്ത് ആത്മാവുണ്ട്, നീ ഒന്നിപ്പിക്കുന്നവനാകും. കരം അടിച്ച് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. നീ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകും, നീ ക്ഷമിക്കാൻ തയ്യാറാകും, നീ അങ്ങോട്ട് കയറി മിണ്ടും. നിനക്ക് വൈരാഗ്യം കാണത്തില്ല, നിനക്ക് പിണക്കം കാണത്തില്ല. കുറെ നാളുകൾക്ക് മുമ്പ് എന്തോ തെറ്റിദ്ധാരണ നിമിത്തം എന്നിൽ നിന്ന് അകന്നു പോയൊരു മനുഷ്യൻ, പിന്നെ ഒരു കോണ്ടാക്റ്റും ഇല്ല. ഒരു പ്രതിസന്ധി അവന്റെ ജീവിതത്തിൽ വന്നപ്പോ ആദ്യം വന്ന് എൻ്റെ അടുത്ത എന്നോട് പറഞ്ഞു, പാസ് എനിക്കൊരു ഓപ്പറേഷൻ ഉണ്ട്, എന്നെ സഹായിക്കണം. എന്നെ സഹായിക്കാൻ ആരുമില്ല. എനിക്ക് വേണ്ടി സുഖമായിട്ട് പറയുന്നു, ബ്രദറെ നീ എന്നെ വിട്ടിട്ട് പോകല്ലേ, നീയായിട്ട് എനിക്കൊരു ബന്ധവും ഇല്ല, പിന്നെ നീ എന്നെ ഒന്ന് വിളിച്ചു പോയിട്ടില്ല. എനിക്ക് നോക്കാൻ ഇഷ്ടം പോലെ ദൈവമക്കൾ ഇവിടെ ഉണ്ട്, അവർക്കൊക്കെ നിന്നേക്കാൾ വലിയ ആവശ്യത്തിൽ ഇരിക്കുന്നവരാ. അതുകൊണ്ട് ഞാൻ നിന്നോട് കാര്യം പറയട്ടെ, നിന്നെ സഹായിക്കാൻ എനിക്കിപ്പം പറ്റത്തില്ല. എൻ്റെ ദൈവമക്കൾ തന്നെ വളരെ പ്രയാസത്തിൽ കൂടെ കടന്നു പോകുന്നവരാണ്. ഇതൊന്നും പറഞ്ഞില്ല. എൻ്റെ കയ്യിലില്ലാഞ്ഞ സന്ദർഭത്തിലും നല്ലൊരു എമൗണ്ട് വേറൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ആ ഓപ്പറേഷന് കൊടുത്തിട്ട് നിന്നോണ്ട് ഞാൻ പ്രസംഗിക്കുക. നിന്റെ ജീവിതത്തിൽ, നിന്റെ ലൈഫിനകത്ത് നിനക്ക് ഏറ്റവും വലിയ പാര വെച്ചവനും നിന്നെ വേദനിപ്പിച്ചവനും അവരോട് കയ്പ് നിനക്ക് പാടില്ല. നിന്റെ അകത്ത് ആത്മാവുണ്ടെങ്കിൽ. ഓ ഹല്ലേലൂയ. ഞാനിവിടെ നിന്നോണ്ട് വചനത്തിന് മുമ്പിൽ നിന്നോണ്ടായി പറയുന്നത്. ഇത് പരിശുദ്ധാത്മാവ് നിൽക്കുന്നിടത്താണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ ഈ പറയുന്നതിനകത്ത് 1% കള്ളത്തരമുണ്ട്. കർത്താവിനെ വിടത്തില്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ പറയുക, യേശുവിന്റെ നാമത്തിൽ അകത്താത്മാവുള്ളവർ അതനുസരിച്ച് ജീവിക്കട്ടെ. Glory to Jesus.
ഒന്ന് കർത്താവിന് മഹത്വം കൊടുത്തോണ്ട് പറഞ്ഞേ, അവൻ ആ അധികാരത്തെയും അഭിഷേകത്തെയും ആ ശക്തിയെയും നമ്മുടെ ഉള്ളിൽ പകർന്നു. പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് വന്നു പോകുകയായിരുന്നു. പുതിയ നിയമത്തിൽ അങ്ങനല്ല. പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുകയാണ്. ആ കൈവച്ചോണ്ടൊന്ന് പറഞ്ഞ്, എന്നിൽ ആത്മാവ് വസിക്കുകയാണ്, എന്നിൽ ആത്മാവ് വസിക്കുകയാണ്. ഈ ആത്മാവിനെ സിനിമ കാണിക്കുന്നവരാരേലും ഉണ്ടെങ്കിൽ ഒന്ന് സ്വോത്രം പറഞ്ഞേ. ഈ ആത്മാവിനെ തോന്നിയാസം കാണിക്കുന്നവരാരേലും ഉണ്ട്, സ്വോത്രം പറഞ്ഞേ. ഈ ആത്മാവിനെ വളിപ്പ് കാണിക്കുന്നവരുണ്ട്, സ്വോത്രം പറഞ്ഞേ. ഈ ആത്മാവിനെ നല്ല സരസ്വതി വായിക്കൂടെ കേൾപ്പിക്കുന്ന ആരേലും ഉണ്ടെന്ന് സ്വോത്രം പറഞ്ഞേ. ഈ ആത്മാവിനെ അകത്ത് വെച്ചോണ്ട് ദൈവഹിതമല്ലാത്ത കാണുന്നവരുണ്ട് എന്ന് സ്വോത്രം പറഞ്ഞേ. യേശുവിന്റെ നാമത്തിൽ അകത്താത്മാവിനെ ഉണ്ടെന്ന് പറയുന്ന നീ നിന്റെ ജീവിതം സൂക്ഷിച്ചേ പറ്റൂ. ആ ആത്മാവ് നിന്നെ വിട്ടുപോ യേശുവിന്റെ നാമത്തിൽ. ഞാൻ ഇതൊന്നും പറയാൻ വന്നതല്ല, എന്റെ അകത്ത് കർത്താവ് തരുന്നുകൊണ്ട് പറയൂ. അവിടെ ജോബെ അകത്ത് ആത്മാവിനെ വെച്ചോണ്ട് ദൈവഹിതമല്ലാത്ത കാര്യങ്ങളിൽ നമുക്ക് ഇങ്ങനെ രസിക്കാൻ പറ്റുമോ? എങ്ങനെ പറ്റും? പറ്റും. ആത്മാവ് നമ്മളെ ഉപദ്രവിക്കത്തൊന്നുമില്ല. എടാ നീ എന്തോടാ കാണിച്ച, ആരേടാ ഫോൺ വിളിച്ചേ, ഒരു തട്ട്, അങ്ങനെയൊന്നും ഇല്ല. ആ ദൈവത്തിന് ഹിതമല്ലാത്ത സംഗതി വരുമ്പോഴത്തേനും ആ സഭ ആത്മാവ് അങ്ങ് പോവും, നമ്മൾ പോലും അറിയത്തില്ല. ആമേൻ പറ. ഇന്ന് ഈ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ തീരുമാനം എടുത്തോണ്ട് വേണം പോകാൻ. ആത്മാവിനെ ദുഃഖിപ്പിക്കുന്നതൊന്നും കഴിവതും എൻ്റെ ജീവിതത്തിൽ അപ്പാ ആമേൻ ഉണ്ടാകാതെ ഞാൻ എന്നെ സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനെനിക്ക് കൃപയില്ല, അങ്ങയുടെ കൃപ എനിക്ക് തരണമേ. നാടോടുമ്പോൾ നടുവേ പോകുന്ന അല്ല ദൈവവൈതൽ, നാട്ടുകാരെ പോലെ പ്രവർത്തിക്കുന്നവനല്ല ദൈവവൈതൽ. നിന്റെ അകത്ത് ആത്മാവ് വേണോ? നിനക്ക് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആത്മാവിന്റെ ക്യാരക്ടർ നമ്മിൽ വരട്ടെ പ്രിയരേ. ഹല്ലേലൂയ. പാസേജുടെ ഒരു മർമ്മം പറഞ്ഞാൽ ഞങ്ങള് കൈയടിച്ച് സന്തോഷിക്കാം. ആമേൻ. എപ്പോഴും മർമ്മം കൊണ്ട് കാര്യം നടക്കത്തില്ല. ഇടയ്ക്ക് പാവയ്ക്ക ജ്യൂസ് തമ്പുരാൻ ഇടിച്ച് കലക്കി പിഴിഞ്ഞ് പാസ്റ്ററിനെയും കുടിപ്പിക്കും, ദൈവമക്കളെ കുടിപ്പിക്കും. ഒന്ന് കരം വീശി കർത്താവിനെ സ്തുതിച്ച്. ആ പാവയ്ക്ക നീര് നമുക്ക് നല്ലതാ, ശരീരത്തിന് നല്ലതാ. ഹല്ലേലൂയ. എപ്പോഴും സുഖിപ്പിക്കുന്ന സന്തോഷം തരുന്ന ലഡു മാത്രം കഴിച്ചാൽ പോരാ, ഇടയ്ക്ക് പാവയ്ക്ക നീര് കുടിക്കണം. ആ കരം വീശി പറഞ്ഞ പരിശുദ്ധാത്മാവേ. ആ ചിലർ വിചാരിക്കുന്ന കൈ ഇങ്ങനെ വീശി ഹോളി സ്പിരിറ്റ് വി വെൽക്കം യു എന്ന് പറഞ്ഞാൽ പുള്ളിങ് വരുമെന്ന്. അങ്ങനെയൊന്നും വരത്തില്ല. ജീവിതം കാത്തു സൂക്ഷിക്കാതെ പരിശുദ്ധാത്മാവ് ഒരുത്തന്റെ അകത്ത് വസിക്കത്തില്ല. അവൻ എത്ര വലിയ പുള്ളിയാണ്. ഇതൊക്കെയാ UK പോയി പ്രസംഗിക്കാൻ പോകുന്നത്. സ്വോത്രാഴ്ച പോലും കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് തരുന്ന ദൈവത്തിന്റെ അരുളപ്പാട് ആമേൻ കലർപ്പില്ലാതെ പറയാൻ ദൈവം ദൈവദാസന്മാരുടെ മേൽ അഭിഷേകം പകരട്ടെ. ഹല്ലേലൂയ. ഈ അത്യന്ത ശക്തി നമ്മുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമെന്ന് വരേണ്ടതിന് അതിനെ മൺപാത്രങ്ങളിൽ പകർന്നിരിക്കുന്നു. ഈ മണ്ണുപാത്രത്തിൽ ഈ ആത്മാവിനെ പകർന്നിട്ട് പറയുകയാണ്, വിശ്വസിക്കുന്ന സകലരുടെ മേലും ഈ ആത്മാവ് വ്യാപരിക്കും. അടുത്തിരിക്കുന്ന ആളെ കൈ ഒന്ന് നല്ലപോലെ മുറുകെ പിടിച്ചോട്ട് പറഞ്ഞ്, വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ സാന്നിധ്യം നിന്റെ അകത്ത് പകരപ്പെടും. ആ സാന്നിധ്യം നിന്നെ നടത്തും. 1 യോഹന്നാന്റെ ലേഖനം 2:27 ഇങ്ങനെ വായിക്കുന്നു, അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. ആരും നിങ്ങളെ ഉപദേശിക്കേണ്ടതില്ലല്ലോ എന്ന് പറയാ. പാസ്റ്റ് ഇങ്ങനെ വടിയായിട്ട് പുറകെ നടക്കണ്ടെന്ന്. അകത്ത് അഭിഷേകമുള്ളവനോട് ആത്മാവ് പറയാതെ തെറ്റാണ്. ഇന്നത് ചെയ്യണോ, പ്രാർത്ഥിക്കാൻ എഴുന്നേക്കണോ, അലസത പാടില്ല, സമയം വെറുതെ കളയല്ല, ആമേ പഞ്ച്വാലിറ്റി കീപ്പ് ചെയ്യണോ, ദൈവകൃപയിൽ ജീവിക്കണം, മറ്റുള്ളവരെ വേദനിപ്പിക്കല്ല, ഭാര പണിയല്ല. ആത്മാവ് നിന്നോട് പറഞ്ഞുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. മാത്രമാണോ ജീവിതത്തിന്റെ ചൂടിൽ നാം ഇച്ചിരി തളരുമ്പോ പരിശുദ്ധാത്മാവ് നിന്നോട് പറയും, അകത്ത് നിക്ഷേപമുണ്ട്,
ധൈര്യപ്പെട്, 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 ധൈര്യപ്പെട്. അകത്ത് ആത്മാവിനെ നിക്ഷേപത്തെ അവൻ പകർന്നിട്ടുണ്ട്. ഇന്ന് പകൽ അകത്ത് നിക്ഷേപമുള്ള ദൈവമക്കൾ ആത്മാവിൽ ബലപ്പെട്ടുകൊണ്ട് പറയണം, ആത്മാവിന്റെ അഭിഷേകത്തെ എന്റെ ഉള്ളിൽ പകർന്നിരിക്കുന്നു. ഞാൻ തളരത്തില്ല, ഞാൻ പതറത്തില്ല. ഹല്ലേലൂയ. ഓ റശമന യദല റഗന അസതന ദിയന്തലെ റിമാഷിയ അർഗഡാസിയ. നിന്റെ മേൽ അവൻ ആ നിറവ് പകർന്നിരിക്കുന്നു. പുറമേ ഒരു ലുക്കില്ലേലും അകത്ത് ആത്മാവുണ്ട്. ദൈവത്തിന്റെ വചനം പറയാ, വിക്കനായ മോശെ പാപം ചെയ്യുമെന്ന് ദൈവത്തിന് മുൻകൂട്ടി അറിയാവുന്ന ദാവീദിനെ, നിരാശപ്പെടുമെന്ന് ദൈവത്തിന് അറിയാവുന്ന ഏലിയാവിനെ, തള്ളിപ്പറയുന്ന അറിയാവുന്ന പത്രോസിനെ, സഭയെ മുടിക്കുന്നവനാണെന്ന് മുൻകൂട്ടി അറിയാവുന്ന പൗലോസിനെ, എടാ യവനെയൊക്കെ ആത്മാവിനാൽ ദൈവത്തിന് നിറയ്ക്കാൻ പറ്റിയ നിന്നെ നിറയ്ക്കാതിരിക്കോ? ആമേൻ പറ. നിന്നെ നിറയ്ക്കാതിരിക്കോ? ഇന്ന് പകൽ ആ കുറവേറ്റ് പറഞ്ഞ്, ഇന്ന് പകൽ കർത്താവെ പറ്റിപ്പോയെന്ന് പറഞ്ഞ്, ഇന്ന് പകൽ യേശുവേ മാനസാന്തരപ്പെടുന്നെന്ന് പറഞ്ഞ്, ഇന്ന് പകൽ കർത്താവ് എന്നെ ഒരിക്കൽ കൂടെ നിന്റെ വേലയ്ക്കായി സമർപ്പിക്കുന്നെന്ന് നീ പറഞ്ഞാൽ നിന്റെ മേലെ പകർച്ച ഈ പകൽ ഉണ്ടാകും. യേശുവിന്റെ നാമത്തിൽ ഉണ്ടാകും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് വരെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിട്ടില്ലാത്തവർ ആ നിശ്ചയം നിന്റെ അകത്ത് പരിപൂർണതയോടെ വെളിപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നെങ്കിൽ ഈ പകൽ പ്രാർത്ഥിക്കണം, എന്നിലുള്ള പരിശുദ്ധാത്മാവിനെ നിറച്ച് കവിക്കണമേ. അപ്പോസ്തല പ്രവൃത്തിയിൽ നാം വായിക്കുന്നത് അവരുടെ മേൽ ഈ ശക്തി പകരപ്പെട്ടു. എന്നാൽ ചില അധ്യായങ്ങൾ കഴിയുമ്പോൾ ദൈവവചനത്തിൽ നാം കാണുന്നു ആ ശക്തി മഹാശക്തിയായി. ആമേൻ. ഇത് വളരുന്നതാണ്, ഇത് വളരുന്നതാണ്. അടുത്തിരിക്കുന്ന ആളെ കൈ കൊടുത്തിട്ട് പറ, ആമേൻ. നട്ടപ്പോൾ ഒരു കൊട്ട, പറിക്കുമ്പോഴും ഒരു കൊട്ടയല്ല. നിന്റെ മേലുള്ള ആത്മാവിന്റെ ശക്തി വർദ്ധിക്കുന്ന ശക്തിയാണ്, അത് പെരുകുന്ന ശക്തിയാണ്, അത് വളരുന്ന ശക്തിയാണ്, അത് നിന്റെ ജീവനിലേക്ക് നടത്തുന്ന ദൈവശക്തിയാണ്, അത് നിന്റെ മേൽ വളർന്ന മഹാശക്തിയാകുന്ന ശക്തിയാണ്. Glory to Jesus. പ്രിയപ്പെട്ടവരെ, സാത്താന് അവന്റെ ശക്തിയെ ആളുകളുടെ മേൽ പകരാൻ പറ്റുമെങ്കിൽ പരിശുദ്ധാത്മാവിന് പകരാൻ പറ്റത്തില്ലേ? കേട്ടില്ല ചിലര്. മോനെ ലൈവ് വോയിസ് ഒന്ന് കട്ട് ചെയ്ത്. അതും ഒരു ശക്തിയാ ചെയ്യിപ്പിക്കുന്ന. മോനെ കാണിച്ചു, അതും ചെയ്യിപ്പിക്കുന്ന ശക്തിയാണ്. എടാ, ആ പീക്കിരി ശക്തിക്ക് ഇവിടെ വ്യാപരിക്കുന്ന ഈ ലോക്കൽ ദുഷ്ട പിശാചിന് മനുഷ്യനെ കൊണ്ട് ഇങ്ങനത്തെ അമാനുഷികമായ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ കഴിഞ്ഞാൽ നിന്റെ അകത്ത് വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന് നിന്നെ കൊണ്ട് എത്രയധികം നിന്റെ ആത്മാവിന്റെ ശക്തി അത്യന്ത ശക്തിയാണ്.
ഓ ശാന്തരാധര. അത് ചെയ്യുന്നവൻ വില കൊടുത്തിട്ടാ ചെയ്യുന്നത്. അവൻ വ്രതമെടുത്തിട്ടാ ചെയ്യുന്നത്. അവൻ പട്ടിണി കിടന്നിട്ടാ ചെയ്യുന്നത്. അവൻ ചെരുപ്പില്ലാതെ നടന്നിട്ടാ ചെയ്യുന്നത്. അവൻ പലതും ചെയ്തിട്ടാ അത് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നീയും ആത്മാവിന്റെ ശക്തിക്ക് വേണ്ടി ഒരു വില കൊടുത്തേ മതിയാകൂ. പിള്ളേരെല്ലാം കേട്ടോണം. നാട്ടുകാര് ചെറുപ്പക്കാര് സമയം ചെലവഴിക്കുന്ന പോലെ നീ ഫോണും തോണ്ടി അതും നോക്കി ഇൻസ്റ്റാഗ്രാമും നോക്കി അവന്റെ വളിപ്പും കണ്ട് ഇവന്റെ ചിരിയും കണ്ട് അവന്റെ കോമഡിയും കണ്ട് എന്നിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയച്ച് നീ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ദൈവശക്തി നിന്നെ വ്യാപരിച്ച് നിന്നെ ദൈവം ഒരു ശുശ്രൂഷകനാക്കണമെന്ന് പറഞ്ഞാൽ അത് നടക്കത്തില്ല. നീ വില കൊടുത്താൽ ദൈവം നിന്നെ ആക്കും. ഓ ഹല്ലേലൂയ. ഒന്ന് കരമടിച്ചു കർത്താവിനെ സ്തോത്രം ചെയ്തുകൊണ്ട് പറ, ദൈവമേ ആമേൻ. ചുമ്മാ വചനം വരത്തില്ല, ചുമ്മാ പാട്ട് വരത്തില്ല. നീ എഴുന്നേറ്റ് നിന്നാൽ ദൈവശക്തി വ്യാപരിക്കണേ. നീ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കണേ. നിന്റെ മേൽ അത്യന്ത ശക്തി വരണം. അത് വരാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, കാത്തിരിക്കുക. Glory to Jesus. ഞാൻ എത്രയോ പ്രാവശ്യം എവിടെയൊക്കെ പറഞ്ഞാന്ന് എനിക്ക് ഓർമ്മയില്ല. വീണ്ടും ഒരിക്കൽ കൂടെ ആവർത്തിച്ച് പറയാം. പ്രത്യേകിച്ച് ഓൺലൈനിൽ സന്ദേശം പിന്നത്തെ കേൾക്കുന്ന എല്ലാരോടും പറയാം. എടാ, വെല്ലോനും കൊടലുണക്കി വെല്ലവനും വില കൊടുത്ത് ഇതിലെ പോകേണ്ട സമയത്ത്, കറങ്ങാൻ പോകേണ്ട സമയത്ത് അവൻ അതെല്ലാം കട്ട് ചെയ്ത് അവൻ മുറിക്കകത്ത് പ്രാർത്ഥന മുറി കയറി മണിക്കൂറുകൾ ചെലവാക്കി കരഞ്ഞ് കണ്ണുനീരൊഴുക്കി അവൻ സങ്കടപ്പെട്ട് കുറവുകളെ ഏറ്റുപറഞ്ഞ് ജീവിതം ക്രമപ്പെടുത്തി ആത്മാവിൽ പ്രാർത്ഥിച്ച് 8, 9, 10 മണിക്കൂർ അന്യഭാഷി ദൈവത്തെ സ്തുതിച്ച് ആത്മാവിന്റെ കൂടെ ആരും അറിയാതെ അവന്റെ രഹസ്യ മുറിയിലിരുന്ന് പ്രാർത്ഥിച്ച് ദൈവം അവന്റെ മേൽ പകരുന്ന അഭിഷേകത്തെ നീ ഇമ്പാർട്ട് എന്ന് പറഞ്ഞ് ചെന്ന് ചോദിച്ച കിട്ടുമോ? അത് കേട്ടില്ല ചിലർ പറയുന്ന ഫിന്നി സ്റ്റീഫൻ പ്രാർത്ഥിച്ചെങ്കിൽ പോരൂന്ന് ഞാൻ വിശ്വസിക്കുന്നു. സുരേഷ് ബാബു ബ്രദർ പ്രാർത്ഥിച്ച കിട്ടും കിട്ടാതെ എന്ന് പല ദൈവദാസന്മാരുടെ പേര് പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ പറയുന്നില്ല. കേരളത്തിലെ പല ദൈവം ഉപയോഗിക്കുന്ന ദൈവദാസന്മാരും നിന്റെ മേൽ കൈവച്ചാൽ ഒരു പകർച്ച നടക്കും. പക്ഷേ അത് വെറുതെ നടക്കത്തില്ല. നീ രഹസ്യത്തിൽ വില കൊടുത്തിട്ടാണ് അവർ നിൽക്കുന്നിടത്ത് ചെന്നതെങ്കിൽ നിന്റെ മേൽ പകരപ്പെടും. ചിലർ ഓട്ടോയും പിടിച്ചങ്ങ് നടക്കുക പകർന്നേരെന്നും പറഞ്ഞ്. അങ്ങനെ വല്ലതും തരുന്നതായിരുന്നെങ്കിൽ നമ്മളൊക്കെ എപ്പോഴേ പിടിച്ചേനെ. സ്തോത്രം പറയുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് വെറുതെ പകരപ്പെടത്തില്ല. 1, നിന്റെ അകത്തൊരു ആഴമായ വിശ്വാസം. 2, നീതീകരണം. 3, നിന്റെ അകത്ത് വിശുദ്ധി. 4, ദൈവത്തിന്റെ സന്നിധിയിലുള്ള ദാഹം. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലാൻ കാംക്ഷിക്കുന്നത് പോലെ. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചൊരു പ്രധാന പ്രാർത്ഥനയിൽ ഒന്നായത്, ഞാൻ ടച്ച് പറയും ആൾക്കാർ തറ വീഴണമെന്നല്ല പ്രാർത്ഥിച്ച്. അങ്ങനെ പ്രാർത്ഥിച്ചായിരുന്നേ അങ്ങനെ കൃപ കിട്ടിയാനെ. എനിക്ക് അതിനേക്കാളൊക്കെ വളരെ പ്രധാനപ്പെട്ട വേറൊരു സാധനമുണ്ട്. ഗ്യാസ് അടിച്ച് നിന്നിട്ട് ഓ ഹോളി 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 സ്പിരിറ്റ് എന്നൊക്കെ പറയുമോ? ആമേൻ. വീട്ടിൽ ചെന്നിട്ട് ആ സ്പിരിറ്റ് മേടിച്ചോണ്ട് വന്നോണ്ട് ചോദിച്ചേ എന്തോ കിട്ടി? മൊത്തം ഗ്യാസ്. സ്തോത്രം പറയുന്നില്ല. ഇപ്പൊ ഉപദേശമാരല്ലേ എനിക്കെതിരെ തിരിയുമെന്നാ തോന്നി ഇത് കേട്ട. ടച്ച് ഓ ഹോളി സ്പിരിറ്റ് ഒക്കെ ഉണ്ട്. അത് തന്നെ, അങ്ങനെ തന്നെ ടച്ച് തന്നെ. പിന്നെന്നാ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് ടച്ച് തന്നെ ഹോളി സ്പിരിറ്റ്. തൊട്ടാ വരും, സംശയമൊന്നും ഇല്ല. താഴെ വീഴും, ഉരുളും, ബോധം പോയി. ചില മണിക്കൂർ കഴിഞ്ഞായിരിക്കും എഴുന്നേറ്റ് വരുന്നത്. ഞാൻ ഇതിനൊന്നും എതിരല്ല, ഞാൻ വിശ്വസിക്കുന്നയാളാ. ഓൺലൈനിൽ കേൾക്കുന്ന എല്ലാരോടും ഞാൻ പറയും, ഞാൻ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയിൽ വിശ്വസിക്കുന്ന ഉപദേശിയാണ്. അതിനി എന്നെ ന്യൂ ജനറേഷൻ എന്നോ ഓൾഡ് ജന എന്ത് പേര് വേണേലും ആരും വിളിച്ചോ, എനിക്ക് വിഷയമല്ല. പക്ഷെ ഇന്ന് പകൽ ഞാൻ പറയാം, ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിൽ നിന്ന് പറയാം,
ഇതിനേക്കാൾ എല്ലാറ്റിനേക്കാളും ദൈവമേ, ഞാൻ കൈനീട്ടും, മല വീശും, മല പ്രാർത്ഥിക്കുമ്പോൾ അത് സംഭവിക്കണം, ഇത് സംഭവിക്കണം എന്ന് പ്രാർത്ഥിച്ചതിനേക്കാൾ ഉള്ളു തുറന്ന് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്. നിന്റെ വചനവുമായി നിൽക്കുമ്പോ വചനം ഇടതടവില്ലാതെ സംസാരിപ്പാൻ നിന്റെ കൃപ എനിക്ക് തരണം. നീ ഇന്ന് പകൽ എന്താ പ്രാർത്ഥിക്കുന്നത്? അത് അവനോട് ചോദിക്ക്, അവൻ നിനക്ക് തരും. ഓ ഹോളി സ്പിരിറ്റ്, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചില ആഴ്ചകളായിട്ട് ചിലൊക്കെ കുത്തി കുറിച്ചോണ്ടൊക്കെ വരുന്നേ. പക്ഷെ ആ വരുന്നതിൽ എന്ന് തൊടാൻ കർത്താവ് അവസരം ഇപ്പം ഒരുക്കാതെ കർത്താവ് മേഖലകളെ ഓപ്പൺ ചെയ്യുകയാണ്. ഇന്ന് പകൽ ഞാൻ ഇത്രയും നേരം നിങ്ങളോട് സംസാരിച്ചത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രിപ്പയർ ചെയ്തോ മനസ്സിൽ ധ്യാനിച്ചതായ കാര്യങ്ങളല്ല. ആത്മാവിനിക്ക് പെട്ടെന്ന് ഓർമ്മ തരുന്ന ചില കാര്യങ്ങളാണ്. പക്ഷേ ഞാൻ ഇന്ന് പകൽ നിങ്ങളോട് പറയാം, ഈ ആത്മാവിനെ നിങ്ങൾ വിശ്വസിച്ചാൽ അവൻ നിങ്ങളെ വഴി നടത്തും. അവന്റെ ശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കും. ഈ അത്യന്ത ശക്തി നമുക്ക് അനുഭവിക്കാനുള്ളതാണ്, ഇത് കേൾക്കാനുള്ളതല്ല. അടുത്തിരിക്കുന്ന നാളെ ഒന്ന് തൊട്ടിട്ട് പറഞ്ഞ് ഇത് അനുഭവിക്കാനുള്ളതാണ്. ചിത്ര ആദ്യമായിട്ട് ഈ ആലയത്തിൽ വന്നേ 1-2 പ്രാവശ്യം ആ പെൺകുട്ടിക്ക് വേണ്ടി ഫോണിൽ പ്രാർത്ഥിക്കാൻ ദൈവം അവസരം തന്നു. താങ്ക് യു മോളെ, നീ വന്നതിന് ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. എന്റെ കുഞ്ഞിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിന്റെ ശക്തി ഇന്ന് വന്ന് ഒരാളും വിശ്വസിച്ചാൽ, യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ, ഈ ആലയത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പ് അന്യഭാഷ പറഞ്ഞുകൊണ്ട് പോകുന്നത് കേൾക്കുന്നവർ വിശ്വസിച്ചില്ല, കേൾക്കുന്നവർ വിശ്വസിക്കുന്നില്ല. ദൈവമക്കളെ, നിനക്ക് അതിനകത്ത് എക്സ്പീരിയൻസിന്റെ ആവശ്യമില്ല. നീ എത്ര കൊല്ലം കർത്താവിനെ സേവിച്ചെന്നുള്ള വിഷയമല്ല. നിന്റെ അകത്ത പരിശുദ്ധ ദൈവത്തിന്റെ വചനപ്രകാരം യേശു രക്ഷകനാണെന്ന് ബോധ്യം വന്ന് നീ അവനെ അംഗീകരിച്ചാൽ നീ കറക്റ്റ് ഒരു കാൻഡിഡേറ്റ് ആണ്. ആത്മശക്തിക്കായി ഒരുക്കപ്പെടുന്ന ഒരു പാത്രമായി നീ മാറും. ഓ ഹല്ലേലൂയ. എൻ്റെ പൊന്നു പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ നടുവേദന മാറണം, നമുക്ക് നമ്മുടെ വിഷയത്തിന് പരിഹാരം വരണം, നമുക്ക് നമ്മുടെ കച്ചവടം നല്ലപോലെ നടക്കണം, നമുക്ക് നമ്മുടെ ജോലിയിലുള്ള പെൻഡിങ് ഒക്കെ മാറിക്കിട്ടണം, നമുക്ക് നമ്മുടെ വീട്ടിൽ എന്താ പറയുന്നേ പുത്തൻ വരണം. ഇതെല്ലാം വേണം. വെല്ലം വേണ്ടേ ഷിബു ബ്രദറെ? ഇതെല്ലാം വേണം. ഭൂമി ഇതൊന്നും ഇല്ല, നമ്മളെങ്ങനെ ജീവിക്കും? ഇതൊക്കെ വേണം. പക്ഷെ അതിനേക്കാളെല്ലാം ആഴമായിട്ട് നമ്മുടെ മേൽ പകരപ്പെടാൻ നാം ആഗ്രഹിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവന്റെ പേരാണ് പരിശുദ്ധാത്മാവ്. ഓ ഹല്ലേലൂയ. കണ്ണുകളെല്ലാം ദൈവസന്നിധിയിൽ അടച്ച് എല്ലാ ദൈവമക്കളും ഒന്ന് പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തിൽ അധികാരവും ശക്തിയും യേശുവിന്റെ നാമത്തിൽ നമ്മിൽ നിന്ന് വെളിപ്പെടത്തക്ക നിലയിൽ എല്ലാ ദൈവമക്കളും ദൈവത്തോട് പ്രാർത്ഥിച്ച്, യേശുവേ, അഭിഷേകത്തെ അധികാരത്തെ അങ്ങ് സഭയ്ക്ക് തന്നിരിക്കുകയല്ലേ, അത് ഞങ്ങൾ ചോദിക്കുന്നപ്പാ.